രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് പിന്നിൽ ജവഹർലാൽ നെഹ്റുവിന് പങ്ക് എന്ന് കർണാടക BJP MLA ബസ്നഗൌഡ പാട്ടീൽ യത്നാൽ. ഇയാൾ മുൻപൊരു കേന്ദ്രമന്ത്രി കൂടിയാണ്. 3 വെടിയുണ്ടയേറ്റാണ് ഗാന്ധി മരിച്ചത് എന്ന്. അതിൽ ഒരു വെടിയുണ്ട മാത്രമാണ് ഗോഡ്സെ നിറയൊഴിച്ചതത്രേ. മൂന്നാംകിട അഭിപ്രായ പ്രകടനങ്ങളിൽ ചരിത്രത്തിനെ വളച്ചൊടിക്കുകയും വക്രിച്ച് കാണിക്കുകയും ചെയ്യുന്ന BJP RSSന്റെ ഏറ്റവും അവസാനത്തെ പമ്പര വിട്ടിത്തമാണ് ബസ്നഗൌഡയുടെ ഈ പരാമർശം. സ്വന്തം പിതാവിനെ പോലും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിൽ പിതൃത്വം നിഷേധിക്കാൻ പോലും മടി കാണിക്കാത്ത സംഘപരിവാറിന്റെ ചിന്തയിൽ നിന്നും ഇത്തരം ബലിശമായ വിട്ടിത്തങ്ങൾ തുപ്പിയവന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബസ്നഗൌഡ പാട്ടീൽ യത്നാൽ ഇപ്പോൾ പ്രായം 61. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1948 ജനുവരി 30 മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പോൾ ഈ വിദ്വാൻ ജനിച്ചിട്ടില്ല. അതായത് 1963 ജനിച്ച ബസ്നഗൌഡ 1948 ഗാന്ധിയുടെ വധം നേരിട്ട് കണ്ടുവെന്നാണോ പറഞ്ഞു വരുന്നത്? അതോ RSSന്റെ പുതിയ ഇന്ത്യ ചരിത്രത്തിൽ വായിച്ചതോ? എവിടുന്നാണ് താങ്കൾക്ക് ഈ ഉണ്ട തപ്പേണ്ട ഗതികേട് വന്നത്? സംഘപരിവാർ തിട്ടൂരം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മണ്ടശിരോമണികളായ ഇതുപോലുള്ള നേതാക്കളുടെ സ്വന്തം പാർട്ടിയായി BJP അധപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ളതിന് മറ്റെന്ത് തെളിവ് വേണം? ഗാന്ധിവധം ഇന്ത്യയുടെ മാറിലെ തീരാത്ത വ്രണമായി ഇന്നും ഉണങ്ങാതെ നിൽക്കുകയാണ്. രാജ്യസ്നേഹികളുടെ ഇടനെഞ്ചിലെ കനലാണ് ഗാന്ധിവധം, അണയാത്ത തീക്കനൽ. RSS എന്ന് കേട്ടാൽ പുച്ഛത്തോടെയും ജുഗുൽസതയോടെയും ആട്ടിപ്പായിക്കുന്ന വികാരമാണ് ഇന്നും അന്നും ദേശാഭിമാനികൾക്ക്. അന്ന് തുടങ്ങിയ വർഗീയ കാളകൂട വിതരണത്തിൽപ്പെട്ടുപോയ ഇന്ത്യൻ ജനത ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ. RSS സംഘപരിവാറിന്റെ ആട്ടിൻതോലണിഞ്ഞ കാലത്തെ ജനം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ രാജ്യവിരുദ്ധ പ്രസ്താവനക്കാരൻ BJPയിലും വേണ്ടത്ര ജനപിന്തുണയില്ലാത്ത ആളാണെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ വിമത നേതാവായി BJPയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവനാണെങ്കിലും BJP ഇയാളെ പുറത്താക്കാൻ കൂട്ടാക്കാത്തതിനാൽ കർണാടക BJPയിൽ കലാപക്കൊടിയും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഭരണത്തിലേറിയ അന്ന് മുതൽ ചരിത്രം തിരുത്തുന്നതിൽ BJP കാണിക്കുന്ന തിടുക്കം പലപ്പോഴായി ഇന്ത്യൻ ജനം അസഹിഷ്ണുതയോടെയാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഈ ദേശവിരുത്തിനെ തിരുത്തുമോ എന്ന് കണ്ടറിയണം. അംബേദ്കറെയും നെഹ്റുവിനെയും തുടങ്ങി ചരിത്ര നായകരെ മുഴുവൻ മായ്ച്ചു കളയാനും അവഹേളിക്കാനും നേരം കണ്ടെത്തുന്ന മോദിയുടെയും അമിത്ഷായുടെയും പാത പിന്തുടരുന്ന ഇയാൾക്ക് അടുത്ത വർഷം ഭാരത് രത്ന കൊടുത്ത് ആദരിക്കുമോ കേന്ദ്ര സർക്കാർ എന്നതാണ് ഇന്ത്യൻ ജനതയുടെ ഭയം. രാജ്യം രക്തസാക്ഷി ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയെ നയിക്കുന്നു എന്നവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഒരക്ഷരം ഉരിയാടുന്നില്ല എന്നതും വിചിത്രം തന്നെയാണ്. മോദിയുടെ ഉറ്റതോഴൻ അഴിമതി വീരൻ അദാനിക്കെതിരെ ആരെങ്കിലും ഒരു അക്ഷരം പറഞ്ഞാൽ ദേശവിരുദ്ധ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. BJPക്കാർ ശാഖകളിൽ വിളമ്പുന്ന ഇത്തരം വിഡ്ഢിത്തങ്ങൾ കൊണ്ട് ബാപ്പുജിയെ മാത്രമല്ല സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ആയിരക്കണക്കിന് ധീര നേതാക്കളെ ഇകഴ്ത്തുന്ന സമീപനമാണ് BJP എന്നും സ്വീകരിച്ചിട്ടുള്ളത്. 1980കളിൽ പാർട്ടിയുടെ ശൈശവകാലത്ത് ഇന്ന് ഇവർ വിസ്മരിക്കപ്പെട്ട LK അദ്വാനിയാണ് BJPയെ എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് വിശേഷിപ്പിച്ചത്. അതിൽ നിന്നും എത്രയോ ദൂരത്തേക്ക് പാർട്ടി മാറിപ്പോയി എന്നത് കങ്കണ റാവത്തിൻ്റെയും മോഹൻ ഭഗത്തിൻ്റെയും ബസ്നഗൌഡയുടെയും വാക്കുകളിലൂടെ ഇപ്പോൾ തെളിയുകയാണ്. ചരിത്രം മോദിയെ എങ്ങനെ വിലയിരുത്തും? ഇല്ല, ചരിത്രം മോദിക്ക് മാപ്പ് തരില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ.